പിഞ്ചു മക്കള് അവനവന്റെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഖിയാമത്തിന്റെ മുറ്റത്ത് നിൽക്കുമെന്ന് കണ്ടാൽ പിന്നെ മക്കളെ നഷ്ടപ്പെട്ടതിൽ സഹോദരി പ്രസവത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുണ്ട്, മരണപ്പെട്ട അങ്ങനെ പ്രസവിച്ച മക്കളുണ്ടായിരിക്കാം. 1 വയസ്സിൽ താഴെ മരണപ്പെട്ടവർ, 10ഉം 15ഉം 20ഉം വയസ്സിൽ മരണപ്പെട്ടവർ. ആ മക്കളുടെ മരണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നമുക്ക് അറസ്വാത്തുൽ ഖിയാമ, ഖിയാമത്തിന്റെ മുറ്റത്ത് വെള്ളം നൽകുമെങ്കിൽ അത് അല്ലാഹു നൽകുന്ന നിഅമത്തല്ലയോ. അതുകൊണ്ട് മക്കളുടെ നഷ്ടത്തിലൂറുന്ന ഈ കണ്ണുനീർ തുള്ളികൾക്കും മധുരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്റഫ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോ അവരുടെ ഉപ്പയായ മസ്റഫ് റളിയല്ലാഹു തആല അൻഹു വളരെ നല്ല വസ്ത്രമിട്ട് എണ്ണ തേച്ച് മുടിയൊക്കെ ചീകി നല്ല ഉഷാറായിട്ട്, നമ്മൾ പറയാം നല്ല കുട്ടപ്പനായിട്ട് ഇറങ്ങി എന്നൊക്കെ പറയില്ലേ, വളരെ മോ മരിച്ചെന്ന്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അല്ല നിങ്ങൾ എന്ത് വാപ്പയാ, മോ മരിച്ചിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് മുടിയൊക്കെ ചീകി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി നല്ല ഉഷാറിൽ നടക്കേ? അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? എന്റെ റബ്ബ് എന്റെ കുഞ്ഞിന്റെ മരണം കൊണ്ട് അല്ലാഹു എനിക്ക് നൽകാൻ പോകുന്നത് ഈ ലോകത്തെക്കാളും എത്രയോ പുണ്യമായ സ്വർഗലോകമാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കെ അതിലേക്ക് സന്തോഷിച്ചൂടെ? ആ സന്തോഷം കൊണ്ട് ഞാൻ ഉഷാറാക്കി ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ സ്വഹാബിയാണ് മസ്റഫ് റളിയല്ലാഹു തആല അൻഹു. അങ്ങോട്ടൊക്കെ മനസ്സ് നമുക്ക് എത്താൻ കഴിയോ? ഞാൻ പറഞ്ഞുതരാണ്, നമ്മുടെ മുസീബത്ത് വരുമ്പോഴേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ. നമുക്കിതുപോലൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അദ്ദേഹം ആയത്തോതി, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഹമ്മദ് ഇബ്നു ഖലഫ് തങ്ങൾ പറയുന്നുണ്ട്, ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു അൻഹു 11 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കിയ മോനാണ്, ഫിഖ് ഒരുപാട് പഠിച്ച ആളാണ്. ആ മോൻ മരണപ്പെട്ടപ്പോ മഹാനവറുകൾക്ക് സമാധാനം ചെയ്യാൻ വേണ്ടി, ആശ്വാസം ചെയ്യാൻ വേണ്ടി കൂട്ടുകാരനായ മുഹമ്മദ് ഇബ്നു ഖലഫ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ഇബ്രാഹിമുൽ ഹർബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. 11 വയസ്സുള്ളൊരു മോൻ മരിക്കാം. ഏകദേശമൊക്കെ പത്തിത്താബൊക്കെ കഴിഞ്ഞ് ഫത്തുൽമുഈനൊക്കെ ഓതി തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പോ യാ അല്ലാഹ് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഹർബി എന്ന പിതാവ്, അവരുടെ മോനാണ് മരിച്ചത്. അദ്ദേഹം പറഞ്ഞു, കുന്തു അഷ്തഹി മൗത ഇബ്നി, ഈ മകൻ മരിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ ആദ്യമേ വിചാരിക്കാറുണ്ട്. ചോദിച്ചു, നിങ്ങളൊരു പണ്ഡിതനായിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? പണ്ഡിതനായിട്ട് ഇങ്ങനെ പറയണം, മകൻ മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ പറയുന്നുണ്ട്, ഞാനത് ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. റഅയ്തു ഫീ മനാമി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ സംവിധാനിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടുവന്ന ഇബ്രാഹിമുൽ ഹർബി തങ്ങളെ. ആ ഖിയാമത്ത് നാളിൽ ഒരുപാട് പിഞ്ചു മക്കളെ വെള്ളത്തിന്റെ ജഗ്ഗുമായി, ഹിസാബ് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ജഗ്ഗും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ ഞാനും ദാഹിച്ചു വരികയാണ്. ഞാൻ മക്കളോട് ചോദിച്ചു, നല്ല ചൂടുണ്ടെന്ന് മക്കളോട് ഞാൻ ചോദിച്ചു, എനിക്കിച്ചിരി വെള്ളം തരുമോ? ആ മക്കൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ലൈസ അൻത അബീ, നിങ്ങൾ എന്റെ വാപ്പയല്ല, നിങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾ എന്റെ വാപ്പയല്ലല്ലോ എന്നാ മക്കൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ പിന്നെ ആരാണ്? ആ മക്കൾ പറഞ്ഞു, നഹ്നു സുബിയാൻ മിത്നാ ഫീ ദാരിദ് ദുനിയാ വഖല്ലഫ്നാ ആബാഅനാ, ഞങ്ങളുടെ ഉപ്പമാരെ ഒറ്റക്കാക്കി ഉമ്മമാരെ ഒറ്റക്കാക്കി പിഞ്ചു പ്രായത്തിൽ മരിച്ചു വന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഹിസാബ് കഴിഞ്ഞു വരുമ്പോ അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ നിൽക്കുക. ആ ഒരു സ്വപ്നദർശനം റുഅയ സ്വാലിഹീൻ, സജ്ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്. ആ സ്വപ്നം കണ്ടപ്പോൾ ഞാനന്ന് കൊതിച്ചു പോയിട്ടുണ്ട്, പടച്ചവനെ എന്റെ മോനും എനിക്കിങ്ങനെ വെള്ളം തരാൻ നാളെ അറസ്വാത്തുൽ ഖിയാമയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ, അങ്ങനെ ഞാൻ കൊതിച്ചു പോയിരുന്നു.
അങ്ങനെയാണ് അള്ളാഹു എന്റെ മോനെ കൊണ്ടുപോയത്, എനിക്കതിൽ സങ്കടമില്ല, ഞാൻ അവനെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന്. എത്രയോ നമ്മുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് ക്ഷമയുടെ സഹനത്തിന്റെ മഹാമാതൃക തീർക്കുകയാണ് മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ത്യനാളിൽ കണ്ട ആ ഒരു സ്വപ്നദർശനത്തിന്റെ ഫലം, പിഞ്ചു മക്കള് അവനവന്റെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഖിയാമത്തിന്റെ മുറ്റത്ത് നിൽക്കുമെന്ന് കണ്ടാൽ, പിന്നെ മക്കളെ നഷ്ടപ്പെട്ടതിൽ സഹോദരി പ്രസവത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുണ്ട്, മരണപ്പെട്ട് അങ്ങനെ പ്രസവിച്ച മക്കളുണ്ടായിരിക്കാം, 1 വയസ്സിൽ താഴെ മരണപ്പെട്ടവർ, 10, 15, 20 വയസ്സിൽ മരണപ്പെട്ടവർ. ആ മക്കളുടെ മരണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നമുക്ക് അറസ്വാത്തുൽ ഖിയാമ, ഖിയാമത്തിന്റെ മുറ്റത്ത് വെള്ളം നൽകുമെങ്കിൽ അത് അല്ലാഹു നൽകുന്ന നിഅമത്തല്ലയോ? അതുകൊണ്ട് മക്കളുടെ നഷ്ടത്തിലൂറുന്ന ഈ കണ്ണുനീർ തുള്ളികൾക്കും മധുരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ വംശപരമ്പര എന്ന് പറഞ്ഞുകൂടാ, ഉമർ തങ്ങളുടെ മകന്റെ ഭാര്യ, അതായത് മകന്റെ 2ാം തലമുറയിൽ ജനിച്ച 2ാം ഉമറാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ. അമവി ഭരണാധികാരിയായിരുന്നല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ 2.5 വർഷം ഭരണം നടത്തിയ 25 കൊല്ലങ്ങളുടെ നന്മകൾ ചെയ്തു വെച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ കൈഫ തജിദുക മോനെ, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു പിതാവ്. ആശുപത്രി കിടക്കകളിൽ എത്ര രോഗികളാണ്, അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. നമുക്ക് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കൂലേ എങ്ങനെയുണ്ട്, എന്താണ് അസുഖം, എന്താണ് കാര്യം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാളെ കാണാൻ വേണ്ടി പോയി. അവർ ദാറുൽ ഹുദയുടെ വലിയ മുഹിബ്ബായിരുന്നു. ശംസുൽ ഉലമ വഫാത്താകുമ്പോഴൊക്കെ അടുത്തിരുന്ന് ആ വാങ്ക് വിളിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനായ ശൈഖുന ചൊല്ലിയതൊക്കെ നേരിട്ട് കേട്ട ഒരാളുണ്ട്. അലവിക്കുട്ടി ഹാജി എന്നാ പറയാ. അലവിക്കുട്ടി ഹാജി നമ്മുടെ മലപ്പുറത്തെ എയർലൈൻസ് റെസ്റ്റോറന്റിന്റെ ആള്, ചേറൂർ അലവിക്കുട്ടി ഹാജി. കുറെ കാലം അവരെ കണ്ടു. ഞാൻ കണ്ടിട്ട് ഒരു 10-20 വർഷമായി. അങ്ങനെ മിനിഞ്ഞാന്ന് ആ വഴിക്ക് പോയപ്പോ അദ്ദേഹത്തെ തേടി ചെന്ന് അവിടെ കണ്ടു. ഓർമ്മയൊന്നുമില്ല, ഓർമ്മശക്തിയൊക്കെ വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നോട് പറയും ഒന്നും ഓർമ്മയില്ല, എന്നാലും അള്ളാഹുവിന്റെ ഇവര് പറഞ്ഞ വാക്കിതാണ്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൈ കൊണ്ട് നടക്കാൻ, കാലുകൊണ്ട് നടക്കാൻ വയ്യ, ശരീരമാകെ നീരാണ്, ഒരാളെ പിടിക്കണം, ഓർമ്മശക്തി ഇല്ല, വളരെ ശാരീരിക അവശതയിലാണ്. എന്നാൽ ഇടക്കിങ്ങനെ, എന്നാലും അൽഹംദുലില്ലാഹ് ഓർമ്മയൊന്നുമില്ല. ശംസുലുമ്മ മരിക്കുമ്പോൾ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാലും അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല, ഞാൻ ഇപ്പൊ നല്ല റാഹത്തിലാണ്. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു, വാപ്പ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, അൽഹംദുലില്ലാഹ്. പ്രായമുള്ള ആൾക്കാർ അങ്ങനെ പറയൽ വളരെ അപൂർവമാണ്. ഞാൻ കുടുങ്ങിയൊരു വേദന, എന്റെ ഒരു ഊര, എന്റെ ഒരു കാല്, ഞാൻ കുടുങ്ങിന്റെ കൈകൊണ്ട്, അങ്ങനെയൊക്കെ പറയാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്താണോ പറഞ്ഞു ശീലിക്കുന്നത് അതാണ് അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നാ. നമ്മൾ ഈ പിച്ചുംപേയും പറയാന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അള്ളാഹുവിനെ പഴിചാരുമ്പോഴാ നമ്മുടെ വാക്കുകളിലൂടെ അങ്ങനെ വരിക. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണെങ്കിൽ, അബോധ മനസ്സുകൊണ്ട് അയാൾ ഈ പറയണത്, അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ നിഅമത്ത് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വേറൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ദാർഹുദയിൽ ഒരു നല്ല വാങ്ക് കൊടുക്കും, രസമുള്ള വാങ്ക് കൊടുക്കും, നല്ല രസമുള്ള വാങ്ക് വിളിക്കാം, സംസ്ഥാന സമ്മേളനത്തിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു, നിങ്ങൾ ബുള്ളറ്റുമ്പോ വരുന്നൊക്കെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് കുറെ മുമ്പ് എന്റെ ബുള്ളറ്റ് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പം പ്രായമായി, ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് പറയും, പിന്നെ ഞാൻ ആരെങ്കിലും ഓർമ്മ ഉണ്ടോ ചോദിച്ചു. എനിക്കറിയും, പക്ഷെ ഇവർക്ക് പേരൊന്നും അറിയില്ല. എനിക്കറിയാം, ഇവർക്ക് അറിയുന്നില്ല. പക്ഷെ പറയും, നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ പിന്നെ മക്കൾ എന്നെ കൊണ്ടുവന്നതാണ്, ഞാൻ അവിടെ ആയിരുന്നു, കുറച്ചപ്പുറത്തായിരുന്നു, ആരെന്നെ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നാവിൽ വരുന്നൊരു വാക്ക്, ഞങ്ങൾ നിസ്കരിക്കുക, ഞങ്ങൾ മഗ്‌രിബ് വിഷയം ജമ്മാക്കി നിസ്കരിച്ചു, അപ്പൊ ഞങ്ങൾ ഇശാസ്കരിക്കും, ഒപ്പര ഇരുന്നിട്ട് ഇശാസ്കരിക്കേണ്ട കൂടെ. അപ്പൊ ഓർമ്മയില്ല, ഞാൻ നിസ്കരിക്കും, ഞാൻ എല്ലാം മറന്ന്, ഖുർആൻ ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാല, ഖുർആൻ ഞാൻ മറന്നിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഖുർആൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആലോചിച്ച് നോക്കി. അള്ളാഹു നമുക്കൊക്കെ അവന് ശുക്ർ ചെയ്യുന്ന നാം അള്ളാഹു നൽകട്ടെ. ആ ഒരു ശുക്രിന്റെ വാക്ക്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ നിഅമത്ത്. ഞാൻ അവസാനം ഒരു സംഭവം പറയാം, സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, മനുഷ്യരിൽ ഇങ്ങനെയും ഈമാനുള്ള ആളുകൾ ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മോനോട് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയുണ്ട്, കൈഫ തജിദുക, അസുഖാണല്ലേ, എങ്ങനെയുണ്ട് മോനെ, എന്താണ് അവസ്ഥ? മോൻ പറഞ്ഞു, തജിദുനി ഫിൽ ഹഖ്,
ഞാൻ ഹക്കായ മാർഗത്തിലാണുപ്പാ. ഒരു 12-13 വയസ്സുള്ള മോനായി പറയണത്, ഇപ്പാ ഞാൻ നേരായ മാർഗത്തിലാണ്, ഞാൻ മുസ്ലിമായിട്ട് ഈമാനിലാണ് ഇപ്പാ. മോനെ ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ അൻ അകൂന ഫീ മീസാനിക. മോനെ നീ മരണപ്പെട്ടത് സഹിച്ചുകൊണ്ട് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടി നീ എന്റെ മീസാനിൽ, എന്റെ തുലാസിലാവലാണ് ഞാൻ നിന്റെ തുലാസിലാവുന്നതിനേക്കാൾ എനിക്കിഷ്ടം മോനെ. മനസ്സിലായോ പറഞ്ഞത്? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ സഹിച്ചതിന് എനിക്ക് കൂലി കിട്ടും. അപ്പൊ എന്റെ തുലാസിലാണ് ആ കൂലി വരിക. നീ ജീവിച്ചിരിക്കെ വാപ്പ മരിച്ചാൽ മക്കൾക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ വാപ്പ മരിച്ച ആ സങ്കടത്തിന് കാരണം വാപ്പ ക്ഷമിച്ചതിന്റെ കൂലി ആരുടെ തുലാസിലാ കിട്ടുക? മക്കളുടെ തുലാസില കിട്ടും. അപ്പൊ വാപ്പ പറയണ, മോനെ നീ മരണപ്പെട്ടിട്ട് അതിന് ക്ഷമിച്ചിട്ടുള്ള കൂലി എനിക്ക് കിട്ടലാണ് മോനെ എനിക്ക്. 35-ാം വയസ്സിൽ മരിച്ച വാപ്പയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 40 വയസ്സിന്റെ അടുത്തേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ മക്കളുടെ പ്രായം, വാപ്പാന്റെ പ്രായം? സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ മോൻ പറഞ്ഞു, ഉപ്പായ അബതി ലഅൻ യകൂന മാ തുഹിബ്ബു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബു. ഉപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഉപ്പ ആഗ്രഹിക്കുന്നത് സംഭവിക്കാനാണ്. ഇല്ലാത്തൊരു മോൻ. ഈ മോൻ പെരുന്നാൾക്കൊരു നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട് വാപ്പയോട്. നല്ല രസകരമായൊരു വർത്തമാനം. മഹാനവറുകൾ മുമ്പിൽ ഒരുപാട് കുട്ടികളെ പെരുന്നാൾക്ക് ഈദിന്റെ സന്ദേശം, ഈദിന്റെ ആശംസ പറയാൻ വേണ്ടി വന്നപ്പോ ഈ കുട്ടി സ്വന്തം മോന്റെ ദേഹത്ത് മാത്രം നല്ല വസ്ത്രമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ നല്ല ചുറുക്കുള്ള വസ്ത്രമാണ്. അപ്പൊ മോനോടങ്ങ് ചോദിച്ചു, മോനെ നാട്ടുകാര് കുട്ടികളൊക്കെ നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ മോനെ കീറിപ്പറഞ്ഞ വസ്ത്ര ഖലീഫയുടെ മകനല്ലേ, നിനക്ക് സങ്കടമുണ്ടോ മോനെ? വാപ്പാ, തെറ്റ് ചെയ്തവരല്ലേ സങ്കടപ്പെടേണ്ടതുള്ളൂ, ഉമ്മയെയും വാപ്പയെയും ധിക്കരിച്ച് നടക്കുന്നവരല്ലേ സങ്കടപ്പെടേണ്ടതുള്ളൂ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ വാപ്പ എന്ന് പറഞ്ഞൊരു 11-കാരനായ മോനാണിത്. ആ മോനാണ് ഈ മരിക്കുമ്പോ ഈ വാക്ക് പറഞ്ഞത്. ഇതൊക്കെ ഒരു തൗഫീഖാണ്. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. അവർ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണാനും അവരുടെ നല്ല വാക്കും നല്ല പ്രവർത്തനവും കണ്ട് കണ്ണിന് കുളിർമയുണ്ടാവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.